നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വച്ഛ് സർവേക്ഷൺ ദേശീയ ശുചിത്വ സർവേയിൽ ഷൊർണൂരിന്റെ വൻ കുതിപ്പ്. 2024 3267 സ്ഥാനത്തായിരുന്ന ഷൊർണൂർ ഇത്തവണ 108 റാങ്കിൽ. രാജ്യത്തെ നഗരങ്ങളുടെ ശുചിത്വ നിലവാരം നിശ്ചയിക്കുന്ന സർവേയിൽ ഷൊർണൂർ കേരളത്തിലെ രണ്ടാമത്തെ വൃത്തിയുള്ള നഗരം. കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൈവരിക്കാനായ മുന്നേറ്റം അഭിമാനകരമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1.5 മാസമായി തുടരുന്ന ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധി പരിഹരിക്കാൻ ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ആലപ്പുഴ, തൃശൂർ മെഡിക്കൽ കോളേജുകളിലെ കാർഡിയോ സർജൻമാരെ പരസ്പരം സ്ഥലം മാറ്റി. ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്ന് തൃശൂരിലെ കാർഡിയോ സർജൻ ഡോക്ടർ അഷ്റഫ് ഉസ്മാനെ സ്ഥലം മാറ്റിയത് പരാതികളുടെ അടിസ്ഥാനത്തിലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രാധിക. ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലെന്നറിയിച്ച് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയിട്ടെന്നും സൂപ്രണ്ട്. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റം മദ്രസകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. സമയമാറ്റം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കാൻ സമയമാറ്റവുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭമെന്ന് മുന്നറിയിപ്പ്. നീതിപീഠം പോലും സംശയത്തിന്റെ നിഴലിലാകുന്ന ഇക്കാലത്ത് മാധ്യമപ്രവർത്തകർക്ക് വഹിക്കാനുള്ള പങ്ക് നിർണായകമെന്ന് VK ശ്രീകണ്ഠൻ MP. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ദേശീയ സമ്മേളനത്തിന്റെ വിളംബര പരിപാടി പാലക്കാട്ട്, ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത്. ഇന്ന് നമുക്കുള്ളത് ഇന്ത്യയാണെന്നും കൈവിട്ടുപോയ ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അഖണ്ഡ ഭാരതം തിരിച്ചുപിടിക്കണമെന്നും BMS സംസ്ഥാന പ്രസിഡന്റ് B ശിവജി സുദർശൻ. ഇക്കാര്യത്തിൽ തൊഴിലാളി വർഗത്തിനും വലിയ പങ്കുവഹിക്കാനുണ്ട്. പാലക്കാട്ട് BMS യുവകാര്യ കർത്തൃശിബിരം. തൃശൂരിൽ കോൾപ്പാടത്ത് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ വാടാനംകുറിശി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് വാടാനംകുറിശി കളത്തിൽ തൊടി വീട്ടിൽ മുഹമ്മദ് ഹാഷിം. അപകടം പുള്ളിൽ കോൾപ്പാടത്ത് വ്യാഴാഴ്ച വൈകിട്ട്. പൊതുപ്രവർത്തന ശൈലിയുടെ മാർഗദീപമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ. യോഗത്തിന്റെ 2ാം വർഷത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാവിന് നാടിന്റെ സ്മരണാഞ്ജലി. വാർത്തകൾ വിശദമായി. നഗരപ്രദേശങ്ങളുടെ ശുചിത്വം സംബന്ധിച്ച ദേശീയ സർവേയിൽ ഷൊർണൂർ നഗരസഭയ്ക്ക് അഭിമാന നേട്ടം. സ്വച്ഛ് സർവേക്ഷൺ 2024 സർവേ പ്രകാരം രാജ്യത്തെ 108ാമത്തെ ശുചിത്വ നഗരമാണ് ഷൊർണൂർ. സംസ്ഥാനത്തെ 2ാമത്തെ വൃത്തിയുള്ള നഗരമായും ഷൊർണൂർ അംഗീകരിക്കപ്പെട്ടതായി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വച്ഛ് സർവേക്ഷൺ ശുചിത്വ സർവേ റാങ്കിങ്ങിൽ നേട്ടം കൈവരിക്കാനായത് വലിയ അംഗീകാരമാണെന്ന് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി നഗരങ്ങളുടെ ശുചിത്വ നിലവാരം അളക്കുന്നതിന് നടത്തുന്ന ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേക്ഷൺ. ഈ സർവേയിലാണ് നഗരസഭ മുന്നേറ്റം നടത്തിയത്. ദേശീയ തലത്തിൽ 108ാം റാങ്കും സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവുമാണ് നഗരസഭ നേടിയത്. സ്വച്ഛ് സർവേക്ഷൺ 2023 ദേശീയ തലത്തിൽ 3267 റാങ്കും സംസ്ഥാന തലത്തിൽ 60ാം സ്ഥാനവുമാണ് നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നത്. കേരളത്തിൽ ആദ്യമായി മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച ഷൊർണൂർ നഗരസഭയ്ക്ക് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി GFC 3 സ്റ്റാർ ലഭിച്ച ആകെ 3 മുനിസിപ്പാലിറ്റികളിൽ ഇടം പിടിക്കാൻ സാധിച്ചു. സംസ്ഥാനത്ത് GFC സ്റ്റാർ റേറ്റിംഗ് 3 സ്റ്റാർ ലഭിച്ച 3 മുനിസിപ്പാലിറ്റികൾ ഷൊർണൂർ, പട്ടാമ്പി, ആലപ്പുഴ എന്നിവയാണ്. കഴിഞ്ഞ വർഷം നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് റാങ്കിങ്ങിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ സഹായകരമായത്. സ്മോൾ സിറ്റി കാറ്റഗറി 50,000 പോപ്പുലേഷനുള്ള കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ കേരളത്തിൽ 1ാം സ്ഥാനത്താണ്. ഇത് കൂടാത്തതിന് നമ്മൾ സ്റ്റേറ്റിൽ നമുക്ക് പൊതുവിൽ നോക്കിയാൽ 4ാം റാങ്കും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെയുള്ള നഗരങ്ങൾ നോക്കുമ്പോൾ നമ്മൾ 108, അതാണ് നമ്മുടെ റാങ്കിങ്. അതിനകത്ത് നമ്മൾ 2023 നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് നമ്മളിതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ നഗരസഭയിൽ നടത്തിയിട്ടുള്ള കുറേ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റമാണ് നമ്മുടെ നഗരസഭ നടത്തിയത്. സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ നിർമ്മിച്ച മോഡൽ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള 100% വാതിൽപ്പടി സേവനങ്ങൾ
വൃത്തിയുള്ള ജലാശയങ്ങളും പൊതു ഇടങ്ങളും നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലെ ശുചിത്വ മാലിന്യ സംസ്കരണ സന്ദേശങ്ങളടങ്ങിയ ചുമർചിത്രങ്ങൾ, വിവിധങ്ങളായ നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ, സ്പെഷ്യൽ വേസ്റ്റ് ഇനത്തിൽപ്പെട്ട സാനിറ്ററി വേസ്റ്റിൻ്റെ ശേഖരണം, കെട്ടിട നിർമ്മാണ അവശിഷ്ട മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള കളക്ഷൻ പോയിന്റ്, പൊതുയിടങ്ങളിലെയും ജലാശയങ്ങളുടെ സമീപത്തും സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകൾ, സ്വച്ഛ ഭാരത് മിഷൻ, മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനുകളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ, സീറോ വേസ്റ്റ് ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങൾ, പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥാപിച്ച RR സെൻ്ററുകൾ, ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രീ അസസ്മെൻറ്റ് സർവേ, പരിഹാരമാർഗങ്ങൾ തുടങ്ങിയ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ ശുചിത്വ റാങ്കിങ്ങിൽ നഗരസഭയെ മുന്നിലെത്തിക്കുന്നതിന് സഹായകരമായി. 2024 വർഷത്തിൽ നിയമലംഘകർക്കെതിരെ 10.75 ലക്ഷം രൂപയാണ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് പിഴയിനത്തിൽ ഈടാക്കിയത്. കേന്ദ്ര ഏജൻസികൾ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നേരിട്ട് നടത്തിയ പരിശോധനയാണ് നഗരസഭയെ അവാർഡിനർഹമാക്കിയത്. ഇതിനുവേണ്ടി പ്രയത്നം നടത്തിയ എല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കുന്നതായി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. സാനിറ്ററി വേസ്റ്റിൻ്റെ ശേഖരണത്തിന് നമ്മൾ ആക്രി ആപ്പുമായി അവരുമായി ടൈപ്പായി അവർക്കത് നൽകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ അത് നമ്മൾ കളക്ട് ചെയ്ത് അതിനൊരു കേന്ദ്രത്തിൽ നിക്ഷേപിച്ച് അത് ലേലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചു. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ഈ ഇനത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചതിൻ്റെ കൂടി അംഗീകാരമാണ് നമുക്ക് ഈ 3 സ്റ്റാർ റേറ്റിംഗ് നമുക്ക് 2024 സ്വച്ഛ് സർവേഷൻ 2024 നമുക്ക് ലഭ്യമായി. അപ്പോൾ അത് നമ്മുടെ നഗരസഭയിലെ ജനപ്രതിനിധികൾ, കൗൺസിലർമാർ, അതോടൊപ്പം തന്നെ നഗരസഭ സെക്രട്ടറി രാജേഷ്, CCM നമ്മളെ മുൻപുണ്ടായിരുന്ന കുഞ്ഞിരാമൻ, പ്രകാശൻ, അതുപോലെ അശോകൻ, ഇപ്പോഴുള്ള ശിവൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ എഫർട്ട് അതിനകത്ത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെടുത്തതിൻ്റെ കൂടി ഭാഗമാണ് ഈ നമുക്ക് ഈ നേട്ടം കൈവരിക്കാനായിട്ടുള്ളത്. വൈസ് ചെയർപേഴ്സൺ P. സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, കൗൺസിലർ C. പ്രസാദ്, നഗരസഭാ സെക്രട്ടറി PS. രാജേഷ്, ശിവൻ, വിനോദ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ പുള്ളിൽ പാടത്ത് കുളിക്കാൻ ഇറങ്ങിയ വാടനംകുറിശി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കൂട്ടുകാർക്കൊപ്പം പാടത്ത് കുളിക്കാൻ ഇറങ്ങിയ വാടനംകുറിശി കളത്തിൽ തൊടിവീട്ടിൽ 22 വയസ്സുള്ള മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് വാടാനംകുറിശി കളത്തിൽ തൊടിവീട്ടിൽ റസാഖിന്റെ മകൻ മുഹമ്മദ് ഹാഷി കൂട്ടുകാരും ഉൾപ്പെടുന്ന 15-അംഗ സംഘം തൃശൂർ പുള്ളിൽപ്പാടത്ത് എത്തിയത്. ഇവർ പാടശേഖരത്തിൽ കുളിക്കാൻ ഇറങ്ങുകയും ഇതിൽ 4 പേർ വെള്ളത്തിൽ മുങ്ങി താഴുകയുമായിരുന്നു. 3 പേരെ രക്ഷിച്ചെങ്കിലും ഹാഷിമിനെ കണ്ടെത്താനായില്ല. തുടർന്ന് ഫയർഫോഴ്സും സ്കൂബ ടീമും എത്തി നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയാണ് ഹാഷിം നീന്തുന്നതിനിടെ പുള്ളുപാടത്ത് 15 അടിയോളം താഴ്ചയിൽ അകപ്പെടുകയായിരുന്നെന്നാണ് പ്രാഥമിക വിവരം. മനക്കൊടി പുള്ളു റോഡിൽ വിളക്കുമാടം പാടശേഖരത്തിൽ വെച്ചാണ് അപകടമുണ്ടായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുങ്ങി മരണപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് നാടിന്റെ യാത്രാമൊഴി. സഹപാഠികളും ജനപ്രതിനിധികളും അടക്കം നിരവധി പേർ മുഹമ്മദ് ഹാഷിമിനെ കാണാനെത്തിയിരുന്നു. വാടനംകുറിശി സ്വദേശിയായ മുഹമ്മദ് ഹാഷിമിന്റെ മൃതദേഹം വൈകിട്ടോടെ വാടനംകുറിശി ജുമാ മസ്ജിദിൽ ഖബറടക്കി. കൂട്ടുകാരുമൊത്ത് പഠിക്കാനും കളിക്കാനും കുളിക്കാനും ഇനി മുഹമ്മദ് ഹാഷിം ഉണ്ടാവില്ല. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി 22-കാരനായ മുഹമ്മദ് ഹാഷിം വിട പറഞ്ഞു. കോൾപ്പാടത്ത് കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ മുഹമ്മദ് ഹാഷിമിന്റെ വിയോഗം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു. ഹാഷിമിന്റെ മൃതദേഹം ഉച്ചയോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ഹാഷിമിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സഹപാഠികളും അധ്യാപകരും ജനപ്രതിനിധികളായ മുഹമ്മദ് മുഹസിൻ MLA, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP രജീഷ്, മെമ്പർ K. അശോകൻ തുടങ്ങിയവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയ നിരവധി സഹപാഠികളുടെ കണ്ണീര് അണിഞ്ഞു. വൈകാരികമായ നിമിഷങ്ങളായിരുന്നു ഇവിടെ. വൈകിട്ട് വീട്ടിലെത്തിച്ച മൃതദേഹം കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. മുഹമ്മദ് ഹാഷിമിന് നാട് യാത്രാമൊഴി നൽകി.
6 മണിയോടുകൂടി വാഴനാകുറിശി ജുമാ മസ്ജിദിൽ മൃതദേഹം കബറടക്കി. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് വാടനാകുറിശി സ്വദേശിയായ 22-കാരൻ മുഹമ്മദ് ഹാഷിം. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 1.5 മാസമായി തുടരുന്ന ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധി പരിഹരിക്കാൻ ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ആലപ്പുഴ, തൃശൂർ മെഡിക്കൽ കോളേജുകളിലെ കാർഡിയോ സർജന്മാരെ പരസ്പരം സ്ഥലം മാറ്റിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്ന് തൃശൂരിൽ സർജൻ ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പറഞ്ഞു. പെർഫ്യൂഷനിസ്റ്റിന്റെ കാര്യക്ഷമതയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ച കാർഡിയോ വാസ്കുലർ ആൻഡ് തെറാസിക് സർജറി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഷ്റഫ് ഉസ്മാനെയാണ് ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റിയത്. അടുത്തിടെ ശസ്ത്രക്രിയ നടത്തിയ 2 രോഗികളിൽ ഒരാൾ മണിക്കൂറുകൾക്കകവും രണ്ടാമത്തെയാൾ 2 ദിവസത്തിനു ശേഷവും മരിച്ചതിന് കാരണം പെർഫ്യൂഷനിസ്റ്റ് ജോലി ചെയ്തവരുടെ പരിചയക്കുറവാണെന്നും രോഗികളുടെ ജീവൻ വെച്ച് റിസ്ക് എടുക്കാൻ തയ്യാറല്ലെന്നും ഡോക്ടർ അഷ്റഫ് അന്വേഷണ കമ്മീഷന് മറുപടി നൽകിയിരുന്നു. എന്നാൽ പ്രവൃത്തി പരിചയമുള്ള പെർഫ്യൂഷനിസ്റ്റിനെ നിയമിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം പരിഗണിക്കാതെ ഡോക്ടറെ സ്ഥലം മാറ്റിയാണ് ജൂൺ 9 ആരംഭിച്ച ചികിത്സാ പ്രതിസന്ധിക്ക് അധികാരികൾ പരിഹാരം കണ്ടത്. താൻ തൃശൂരിൽ 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂവെന്നും 3 വർഷം വരെ കാലാവധിയുണ്ടെന്നും ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പറഞ്ഞു. അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ താൻ തൃശൂരിലേക്ക് സ്ഥലമാറ്റം ആവശ്യപ്പെട്ടു വന്നതാണെന്നും സ്ഥലമാറ്റത്തിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്നും ഡോക്ടർ അഷ്റഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറുടെ സ്ഥലം മാറ്റത്തിൽ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അഷ്റഫ് ഉസ്മാനെതിരായ നടപടിയെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാധിക പറഞ്ഞു. ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലെന്നറിയിച്ച് ഡോക്ടർ അഷ്റഫ് തിയേറ്റർ പൂട്ടിയിട്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാധിക പറഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അഷ്റഫ് ഉസ്മാനെതിരായ നടപടി. ശസ്ത്രക്രിയ നടത്തിയ 2 രോഗികൾ മരണപ്പെട്ട സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റമെന്നും സൂപ്രണ്ട് വിശദീകരിച്ചു. അതേപോലെ പെർഫ്യൂഷനിസ്റ്റും വന്ന് ഒരു വിദഗ്ധ സമിതി നിയമയുടെ കീഴിൽ നിന്ന് അയച്ച് അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ രീതിയിലുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ശസ്ത്രക്രിയ പുനരാരംഭിക്കണമെങ്കിൽ സാധിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് ഈ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിരുന്നത്. ആ നടപടി എനിക്കെതിരെയാണ് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നീതിപീഠം പോലും സംശയത്തിന്റെ നിഴലിലാകുന്ന ഇക്കാലത്ത് മാധ്യമപ്രവർത്തകർക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ടെന്ന് വി കെ ശ്രീകണ്ഠൻ MP. സീനിയർ ജേർണലിസ്റ്റ് ഫോറം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ വിളംബര പരിപാടി പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഓഗസ്റ്റ് 19 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ പ്രഥമ ദേശീയ സമ്മേളനത്തിൽ ഒരുപാട് ആശയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയട്ടെ എന്നും MP പറഞ്ഞു. ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇതിന് കാരണം ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ പത്രപ്രവർത്തനം, പരിചയ സമ്പന്നത, ഭൂമുഖത്തെക്കുറിച്ച്, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി, ഭരണഘടനാ സംവിധാനങ്ങൾ, ഇതിനെല്ലാം വിശകലനം ചെയ്യാൻ ഏറ്റവും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഭരണാധികാരികളുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചവരുടെ ഒരു പാരമ്പര്യം, അവരുടെ ഒരു കഴിവ്, എക്സ്പീരിയൻസ്, പരിചയ സമ്പന്നത, ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ട ഒരു കാലമാണ് ഇപ്പോൾ. കാരണം പലപ്പോഴും പല സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവർ താൽക്കാലിക ജോലിക്കാരെക്കാളും കഷ്ടമാണ് പലരുടെയും കാര്യം. അപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, പത്രമാധ്യമങ്ങളിൽ ഒരു കാലത്ത് നല്ല മത്സരം, ഇപ്പം ആ മത്സരം കുറച്ച് കുറഞ്ഞു എന്നാണ് എൻ്റെ പക്ഷം, എനിക്കറിയില്ല. ദൃശ്യമാധ്യമങ്ങളിലാണ് മറ്റൊരു മത്സരം, റേറ്റിംഗ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മത്സരമാണ്. ICP നമ്പൂതിരി പ്രസാധകനും EMS പത്രാധിപരുമായി 1935 ജനുവരി 9 ഷൊർണൂരിൽ നിന്ന് പുറത്തിറങ്ങുകയും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നടപടികളെ തുടർന്ന് മുടങ്ങിപ്പോവുകയും ചെയ്ത പ്രഭാതം ദിനപത്രം ആലേഖനം ചെയ്ത ഫലകം ശ്രീകണ്ഠൻ അനാച്ഛാദനം ചെയ്തു. ഫോറം പ്രസിഡന്റ് TV ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത
ഫോറം സംസ്ഥാന സെക്രട്ടറി CK ഹസൻ കോയ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബിൾ ജോസ്, സെക്രട്ടറി ശ്രീനേഷ്, ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം പട്ടത്താനം ശ്രീകണ്ഠൻ, ജില്ലാ സെക്രട്ടറി PP നാരായണൻകുട്ടി, R മണിശങ്കർ എന്നിവർ സംസാരിച്ചു. ദേശീയ സമ്മേളനത്തിൻ്റെ നടത്തിപ്പിനായി ഫോറം ജില്ലാ കമ്മിറ്റി സമാഹരിച്ച ഫണ്ട് സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റം മദ്രസ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. സ്കൂൾ സമയമാറ്റം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും SKMMA പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ കാളമ്പാറ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മദ്രസ മതപഠനത്തിന് വിഘാതമുണ്ടായാൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അബ്ദുൽ നാസർ കാളമ്പാറ പറഞ്ഞു. സംസ്ഥാനത്ത് 11,000-ലധികം മദ്രസ മതപഠന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 7:30 മുതൽ 9:30 വരെയാണ് മതപഠനം. 10 മണിക്ക് ആരംഭിച്ചിരുന്ന സ്കൂൾ സമയം 9:45 മതപഠനത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. 220 പ്രവൃത്തി ദിവസം അല്ലെങ്കിൽ 11,000 മണിക്കൂർ ക്ലാസ് എന്നതാണ് ഹൈക്കോടതി നിർദ്ദേശം. ഹൈക്കോടതി നിർദ്ദേശം നടപ്പിലാക്കാൻ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കാമെന്നിരിക്കെ മതപഠനത്തിന് സമയനഷ്ടമുണ്ടാക്കുന്നത് അംഗീകരിക്കാനാകില്ല. പ്രശ്നം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തെ നേരിടേണ്ടി വരുമെന്നും അബ്ദുൽ നാസർ കാളമ്പാറ വ്യക്തമാക്കി. ഏകദേശം 11,007 മദ്രസകൾ നിലവിൽ മൊത്തത്തിൽ വർക്ക് ചെയ്യേണ്ട വിദ്യാഭ്യാസ ബോർഡിൽ ഏകദേശം 12 ലക്ഷം കുട്ടികൾ ഇതിൻ്റെ കീഴിൽ പഠിക്കുന്നു. പാലക്കാട് ജില്ലയിൽ മാത്രം 921 മദ്രസകളും 1,10,452 വിദ്യാർത്ഥികളും 3,300ഓളം അധ്യാപകരും നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രം ജോലി ചെയ്യുന്നുണ്ട്. ഇത് നിലവിലെ സമയം 7:30 മുതൽ 9:30 വരെയാണ് മദ്രസകളുടെ സമയം. ഇത്രയും കാലങ്ങളായിട്ട് വർഷങ്ങളോളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അത് 9:45 കുട്ടികൾക്ക് ഇത്രയും പെട്ടെന്നൊരു സമയത്ത് സ്കൂളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട്. അത് കുട്ടികളായിക്കോട്ടെ രക്ഷിതാക്കളായിക്കോട്ടെ അവരുടെ ഈ മതപഠനം കഴിഞ്ഞതിന് ശേഷം സ്കൂളിലേക്ക് 9:45 എത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു സംവിധാനമായി മാറി. പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ 9:45 എന്നുള്ള സമയത്തിലേക്ക് ഹൈസ്കൂൾ ടൈമാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹൈസ്കൂൾ സമയം മാറ്റിയ സമയത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന നമ്മുടെ ജില്ലയിലൊക്കെ ഹൈസ്കൂളും LP UP സ്കൂളും ഒരേ സ്ഥാപനത്തിൽ ഒരുമിച്ച് ഒരു HMന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ 9:45 ഹൈസ്കൂൾ ആരംഭിക്കുകയും 10 മണിക്കാണ് LP UP ആരംഭിക്കുന്നത്. അവിടെ വരുന്നത് 9:45 ബെല്ലടിക്കും, 10 മണിക്ക് LP UP ബെല്ലടിക്കും. പിന്നീട് ഒന്നാമത്തെ പീരീഡ് കഴിയുമ്പോൾ 10:30 ബെല്ലടിക്കുന്നു, LP UP 10:45 അടിക്കുന്നു. അങ്ങനെ ആ സംവിധാനം വന്നതോടുകൂടി സ്കൂളുകളിലൊക്കെ ആ ഒരു പ്രയാസം അനുഭവപ്പെടുകയും ഈ LP UP കൂടി സമയം 9:45 മാറ്റി LP UP ഹൈസ്കൂളൊക്കെ ഒരുമിച്ച് 9:45 പോവുകയാണ്. അത് മദ്രസ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രയാസമുണ്ട്. SKMMA സമരസമിതി ചെയർമാൻ PM യൂസഫ്, ട്രഷറർ റിയാസ് മംഗലശ്ശേരി, തൗഫീഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ന് നമുക്കുള്ളത് ഇന്ത്യയാണെന്നും കൈവിട്ടുപോയ ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അഖണ്ഡ ഭാരതമാണ് ഭാരതീയന്റെ ലക്ഷ്യമെന്നും BMS സംസ്ഥാന പ്രസിഡന്റ് B ശിവജി സുദർശൻ പാലക്കാട്ട് BMS യുവകാര്യ കർതൃശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർത്തമാനകാലത്തെ ദർശിച്ചുകൊണ്ട് ഭാവി രൂപപ്പെടുത്തണമെന്നും ശിവജി സുദർശൻ ചൂണ്ടിക്കാട്ടി. ഭാരതമെന്ന വാക്കിന് പ്രകാശം, അറിവ്, ജ്ഞാനം എന്നൊക്കെയാണ് അർത്ഥം. ഈ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടാണ് BMS പ്രവർത്തിക്കുന്നത്. ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളും പ്രകാശപൂരിതമാകണം. പാകിസ്ഥാൻ, മ്യാൻമർ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവയുൾപ്പെടുന്നതാണ് അഖണ്ഡ ഭാരതം. ഇന്ത്യയുടെ സമ്പത്തായ സിന്ധ് ഇന്ന് പാകിസ്ഥാൻ്റെ കൈവശമാണ്. കൈലാസവും നമുക്ക് നഷ്ടമായി. ഇവയെല്ലാം ചേർത്ത് പിടിക്കാനുള്ള ഭാവി പ്രവർത്തനത്തിന് വർത്തമാനകാലത്തിൽ തന്നെ രൂപങ്ങളുണ്ടാകണം. ഭാരതത്തിൻ്റെ ഭാവി ശോഭനമാകാൻ തൊഴിലാളി വർഗത്തിന് വലിയ കടമ നിർവഹിക്കാനുണ്ടെന്നും BMSലൂടെ മാത്രമേ അത് സാധ്യമാകൂവെന്നും ശിവജി സുദർശൻ പറഞ്ഞു. ഭാരതീയ മസ്ദൂർ സംഘം, അപ്പോൾ ഭാരതീയ മസ്ദൂർ സംഘം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. പ്രകാശം ലഭിക്കുന്ന ഇടം, പ്രകാശം ലഭിക്കുന്ന ഇടം എന്നുള്ള സങ്കല്പത്തിൽ ഭാരതം എന്നത് നമ്മുടെ രാജ്യത്തെയും
അതിൻ്റെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്ന പദമാണ് ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തെല്ലാം ഉണ്ട്. വെളിച്ചമുണ്ട്, ജ്ഞാനമുണ്ട്, അറിവുണ്ട്, എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഭാരതമെന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ധാർമ്മികമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ മൗലികമായ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാട്. ധാർമ്മികമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഭാരതത്തിൻ്റെ, നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഭൂതകാല വൈഭവം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാം ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പൊതു കാഴ്ചപ്പാടാണ്. പൂർവകാല വൈഭവം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഭാരതം. ആ ഭാരതം എന്ന് പറയുമ്പോൾ നമ്മൾ അഖണ്ഡ ഭാരതത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. BMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ചു. കെ സുധാകരൻ, കെ രാജേഷ്, PK ബൈജു, M ഗിരീഷ്, അഡ്വക്കേറ്റ് P മുരളീധരൻ, C ബാലചന്ദ്രൻ, V ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയിൽ കുടിവെള്ള നിലവാര പരിശോധനാ ലാബിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. അമൃതമിത്ര ജീവനക്കാർക്കുള്ള യൂണിഫോം വിതരണവും ഇതോടൊപ്പം ചെയർമാൻ നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയിൽ കുടിവെള്ള നിലവാര പരിശോധനാ ലാബിന്റെ പ്രവർത്തന ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ആദ്യഘട്ടം എന്ന നിലയിൽ നമുക്കിവിടെ നഗരസഭയിൽ ടാക്സ് പിരിക്കാനുള്ള 6 പേരും, അതുപോലെ പൂന്തോട്ടത്തിൻ്റെ പരിപാലനത്തിനുള്ള 6 പേരും, കുളങ്ങളുടെ പരിപാലനത്തിലുള്ള 6 പേരും നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞതാണ്. അവർ ആ പ്രവൃത്തിയെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നീട് നമുക്കിവിടെ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി നിൽക്കുന്ന ലാബ്, കുടിവെള്ളത്തിൻ്റെ പരിശോധന, അതിനുള്ള ലാബാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മുടെ നഗരസഭ കുറേ കാര്യങ്ങൾ ഏറെ മുന്നോട്ട് പോയ ഒരു നഗരസഭയാണ്. നമുക്കറിയാം, ഇന്നലെ നമുക്ക് ഏറ്റവും സന്തോഷം നടന്നിട്ടുള്ള നഗരസഭയിലെ നഗരനിവാസികളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് ഉള്ളത്. 2025-26 അമൃത് മിത്ര പദ്ധതിയുടെ ഭാഗമായി അമൃത് മിത്ര ജീവനക്കാർക്കുള്ള യൂണിഫോം വിതരണവും ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭ CDS ചെയർപേഴ്സൺ സിന്ധു അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സിന്ധു, സെക്രട്ടറി രാജേഷ് എന്നിവർ സംസാരിച്ചു. സിറ്റി മിഷൻ മാനേജർ ജീഷ്മ സ്വാഗതവും കുടുംബശ്രീ ഓർഗനൈസർ ബിജിത നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കുടുംബശ്രീ അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് UDF പാലക്കാട് ജില്ലാ കൺവീനർ P ബാലഗോപാൽ. പാലക്കാട് DCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി പത്മരാജൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷ സമരങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിന്റെ വികസനം അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമായിരുന്നേനെയെന്നും ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. വികസനമാണെങ്കിലും സാമൂഹ്യ വികസനമാണെങ്കിലും എല്ലാ സമസ്ത മേഖലകളിലെ വികസന കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കാവുന്ന മറ്റൊരാളുണ്ടാവില്ല. വേണമെങ്കിൽ പറയാവുന്ന ഒരു പേര് 71 മുതൽ 77 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോനാണ്. ആ കാലഘട്ടമാണ് ഒരുപാട് കേരളത്തിന്റെ വികസനത്തിന് നേതൃത്വം നൽകിയ ഒരു സർക്കാരായിരുന്നു. കോൺഗ്രസ് പിന്തുണ നൽകിയ അച്യുതമേനോൻ സർക്കാരിന് CPI നമ്മുടെ കൂടെയാണ്. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. PV രാജേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, സുധാകരൻ പ്ലാക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഉമ്മൻചാണ്ടി പത്മരാജൻ സംയുക്ത അനുസ്മരണമാണ് പാലക്കാട്ട് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടാനക്കുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം മുതിർന്ന നേതാവ് അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിൽ വാടാനക്കുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ദിവസമോ 2 ദിവസമോ 1 മാസമോ പറഞ്ഞാൽ നമുക്ക് ആർക്കും തീരുകയില്ല.
അത്രയ്ക്ക് കാരുണ്യ സ്പർശത്തിന്റെ ഒരു ഉദാത്ത മാതൃകയായിരുന്നു അദ്ദേഹം. കൂടുതൽ ഒന്നും പറയുന്നില്ല. ഏറ്റവും അവസാനം അദ്ദേഹം രോഗശയ്യയിലായി അദ്ദേഹത്തിന് സംസാരം പോലും നഷ്ടപ്പെട്ട ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇപ്പൊ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം. ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹം അവസാനമായി സംസാരിക്കുന്ന ഒരു വീഡിയോ 2 ദിവസം മുമ്പ് നമ്മൾ സമൂഹ മാധ്യമങ്ങളെല്ലാം കണ്ടു. PM ബ്രിജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ TP രാജീവ്, TK നാരായണൻ, അസീസ്, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സുനിത, മറ്റ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പുള്ളിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 2ാമത് ഉമ്മൻചാണ്ടി അനുസ്മരണം നടന്നു. ഇതോടൊപ്പം നിർധനരായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് 2ാമത് ഉമ്മൻചാണ്ടി അനുസ്മരണം കുളപ്പുള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ പരിപാടി DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. TK ബഷീർ, ശിവദാസ്, ഉണ്ണികൃഷ്ണൻ, അപ്പുകുട്ടൻ, ശശികുമാർ, രാമേന്ദ്രൻ, K കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പിൽക്കാലത്ത് കേരള സംസ്ഥാനത്തെ ജനങ്ങൾ, സമൂഹത്തെ ജനങ്ങൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ അദ്ദേഹം ജനകീയമായ രംഗത്തും ഒരു 5 പതിറ്റാണ്ട് കാലം ജനകീയനാവുക അല്ലെങ്കിൽ ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 53 വർഷക്കാലത്തോളം MLA ആയി പ്രവർത്തിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ, അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ മാത്രമല്ല ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും അദ്ദേഹം മുഴുവൻ സ്നേഹിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കാരുണ്യ സ്പർശം ഏൽപ്പിക്കുകയും ചെയ്ത ഒരു പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി നിർധനായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ നേതാക്കൾ വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ INTUC ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. INTUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടി. INTUC ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് T വിനയകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ യോഗം. പ്രവർത്തകർ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ യോഗം DCC സെക്രട്ടറി K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന ജനകീയ നേതാവായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാമത് ഓർമ്മ ദിവസമാണ് ഇന്ന് സംസ്ഥാനത്താകമാനം. ഇന്ന് കോൺഗ്രസ് മാത്രമല്ല മുഴുവൻ ആളുകളും എന്ന് തന്നെ പറയാം ഇന്ന് വളരെ വ്യസനത്തോടുകൂടി ആചരിക്കുന്ന ഒരു ദിവസമായി ഇന്ന് മാറിയിരിക്കുന്നു. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. INTUC മുൻ റീജിയണൽ പ്രസിഡന്റ് MP സുശീൽ കുമാർ, വിൻസെന്റ്, വിനോദ്, ഹരി, പാറുകുട്ടി, കാർത്തിയായനി, വത്സല, പ്രേംകുമാർ, പരമേശ്വരൻ, മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വളത്തുൽ നഗർ പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. CS മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. ഫോറം പ്രസിഡന്റ് OU ബഷീർ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മായ ഉദയൻ മുഖ്യപ്രഭാഷണം നടത്തി. PT തമ്പിമണി, KA ഷാജി, T രാമകൃഷ്ണൻ, KM മുഹമ്മദ് സുധാകരൻ, VS ഹരിദാസ്, PO അംജദ്, നടുവിൽ ഇക്ബാൽ, ബീന രവി, അബ്ദുൾ റസാഖ്, NP ഗഫൂർ, PR ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രിയങ്കരനായ മുഖ്യമന്ത്രി, പാവങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്ന ഉമ്മൻചാണ്ടി അവരുടെ 2ാം ചരമവാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ വാതിലുകളും വീടിൻ്റെ വാതിലുകളും 24 മണിക്കൂറും പാവങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നാം അദ്ദേഹത്തിൻ്റെ സമയങ്ങളിൽ ഖബറിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തിരുവനന്തപുരം മുതൽ പുൽപ്പള്ളി വരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കണ്ടാൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെയാണ് മനസ്സിൽ വഹിച്ചിരുന്നത്, ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്തെല്ലാം ചെയ്തുവെന്ന് എല്ലാം അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ യാതൊരു സംശയമില്ല, അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലെ 2ാം പിറന്നാൾ തന്നെയാണ് ഇന്ന്. സ്വർഗം അദ്ദേഹത്തെ മനസ്സാ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം.
മുളൂർക്കര പഞ്ചായത്തിലെ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലും പാഞ്ഞാൾ പഞ്ചായത്തിലെ ഉതുവടിയിലും കാട്ടാന ഇറങ്ങി. ജനങ്ങൾ ഭീതിയിലാണ്. ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന ഒട്ടേറെ നാശനഷ്ടങ്ങൾ വരുത്തി. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ കാട്ടാന ഉതുവടി ADS ഭവന സമീപമാണ് എത്തിയത്. ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന കൃഷിയിടങ്ങൾക്ക് നാശം വരുത്തി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതിനെ തുടർന്ന് മച്ചാട് ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാന ആയുഷ് പ്രഥമ കായകൽപ്പ അവാർഡിന് അർഹമായ ഒറ്റപ്പാലം സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരെ ആദരിച്ചു. നഗരസഭാ ഹാളിലായിരുന്നു ചടങ്ങ്. സംസ്ഥാനതലത്തിൽ ISM വകുപ്പ് സബ് ജില്ലാ ആശുപത്രികളിൽ 98.97% മാർക്ക് നേടിയാണ് ഒറ്റപ്പാലം സർക്കാർ ആയുർവേദ ആശുപത്രി 1ാം സ്ഥാനം നേടിയത്. 2024-2025 കാലഘട്ടത്തിലെ പ്രവർത്തന മികവിൻ്റെ നേർസാക്ഷ്യമാണ് പുരസ്കാരം. 5 ലക്ഷം രൂപ പുരസ്കാര തുകയായി ആശുപത്രിക്ക് ലഭിക്കും. രോഗം പകരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പ് നടപടികൾ, കൃത്യമായ മാലിന്യ സംസ്കരണം തുടങ്ങി വിവിധ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമം പുരസ്കാരത്തിന് വഴിതെളിച്ചതിനാണ് അനുമോദനം. കെ പ്രേംകുമാർ MLA സർക്കാർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാർക്ക് ഉപഹാരം നൽകി. അത് ശുചിത്വവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ആ ആശുപത്രിയിൽ വരുന്ന രോഗി സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട്, ചികിത്സ തേടുന്ന രോഗികൾക്ക് അതിന് ശേഷം ലഭിക്കുന്ന മാനസികമായിട്ടുള്ള അവരുടെ സംതൃപ്തി ഉൾപ്പെടെ അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം എല്ലാം എല്ലാ നിലയിലും ഒട്ടനേകം കാര്യങ്ങൾ പരിശോധിച്ച് ഏറ്റവും ഒടുവിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ മത്സരത്തിൽ പങ്കെടുത്താണ്. നമ്മുടെ ആശുപത്രി മാത്രമല്ലല്ലോ ഉള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. MLA നൽകിയ ഉപഹാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുനീറ മുജീബ്, കെ അബ്ദുൽ നാസർ, ടി ലത, ഫൗസിയ ഹനീഫ, സെക്രട്ടറി AS പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പുള്ളി ഏരിയ കൺവെൻഷൻ ചേർന്നു. ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് ഏരിയ കൺവെൻഷൻ ചേരുക. അപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളും ആ സമ്മേളനം അംഗീകരിച്ച പ്രമേയങ്ങളും പിന്നീട് ചേർന്ന സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനങ്ങളും അത് യൂണിറ്റ് കൺവെൻഷനിൽ വിശദീകരിക്കണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മുടെ മെമ്പർഷിപ്പ് ജനുവരി മുതൽ ഡിസംബർ വരെയാണ്. സാധാരണയായി നമ്മൾ സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് മെമ്പർഷിപ്പ് ചേർക്കുക. ഓരോ കൊല്ലവും നേരത്തെയായി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കൊണ്ട് കഴിഞ്ഞാൽ ഈ ജനുവരി ആയാൽ മെമ്പർഷിപ്പ് ചേർക്കാൻ തുടങ്ങാനാണ് സാധ്യത. കാരണം നേരത്തെ ചേർക്കണമെന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ കുറഞ്ഞ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സമ്മേളനം കഴിഞ്ഞ മെമ്പർഷിപ്പ് ചേർക്കുക എന്നുള്ളതാണ്. KSSPU കുളപ്പുള്ളി ഏരിയ കൺവെൻഷനും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു. KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം P. ഗംഗാധരൻ, യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ മാസ്റ്റർ, ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, K. പരമേശ്വരൻ മാസ്റ്റർ, TV ജയരാജൻ, P. ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ അംഗങ്ങളും ചടങ്ങിൽ സംസാരിച്ചു. PM സുരേഷ് സ്വാഗതവും P. സോമസുന്ദരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ 4-ാം വാർഡിലെ കരിപ്പാംകുളവും കിണറും BJP പ്രവർത്തകർ വൃത്തിയാക്കി. 70ഓളം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമായ കുളം ചണ്ടിയും മറ്റും നിറഞ്ഞ് ഉപയോഗശൂന്യമായ നിലയിലായിരുന്നു. കർക്കിടകവാവിന് നിരവധി പേർ ബലിതർപ്പണത്തിനെത്തുന്ന കുളം പരിസരം കാടുപിടിച്ച അവസ്ഥയിലായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് കുളത്തിലെ ചണ്ടിയും മറ്റ് അവശിഷ്ടങ്ങളും നീക്കിയത്. കുളം പരിസരം വൃത്തിയാക്കുകയും ചെയ്തു. BJP കുളപ്പുള്ളി ഏരിയ ജനറൽ സെക്രട്ടറി റിനു റാം നേതൃത്വം നൽകി. ശുചീകരണ പ്രവർത്തനത്തിൽ RK രാമചന്ദ്രൻ, P. മണികണ്ഠൻ, രഞ്ജിത്ത്, അജിൻ, അനൂപ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ നിലവിലെ 4-ാം വാർഡിൽ 10-70 കുടുംബങ്ങൾ തിങ്ങിപ്പറക്കുന്ന PBJP സ്കൂൾ പരിസരത്ത് കരിപ്പാൻകുളവും കിണറും വൃത്തിയാക്കുകയുണ്ടായി. ഈ വരുന്ന വാവുബലിയോടനുബന്ധിച്ച് നിരവധി പേർ ബലിതർപ്പണം ചെയ്യുന്ന ഈ ഒരു കുളവും പരിസരവും വൃത്തിയാക്കുന്നതിന് പങ്കുവഹിച്ച BJP കുളപ്പുള്ളിയുടെ 4-ാം വാർഡിലെ പ്രവർത്തകരെ മുഴുവൻ പേരെയും, എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് ന്യൂസ് സെന്റർ, ഷൊർണൂർ.
അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി UP സ്കൂളിൽ BRCക്ക് ഒരു കത്ത് പരിപാടിയുടെ ഉദ്ഘാടനം ചെറുമുണ്ടശ്ശേരി പോസ്റ്റ്മാൻ നാരായണൻ നിർവഹിച്ചു. കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒറ്റപ്പാലം BRC നടപ്പാക്കുന്ന പദ്ധതിയാണ് BRCക്ക് ഒരു കത്ത്. ചടങ്ങിൽ പ്രധാന അധ്യാപിക K. മഞ്ജു, വിദ്യാരംഗം കൺവീനർ T. പ്രകാശ്, BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ P. രജനി, K. പ്രീത, N. അച്യുതാനന്ദൻ, K. സുലൈഖ, BP ഗീത എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം ഭദ്ര വിദ്യാലയം മികവിന്റെ കേന്ദ്രമാകുന്നു. പദ്ധതി പൂർത്തീകരണം 22 രാവിലെ 10 മണിക്ക് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. സ്കൂൾ കവാടത്തിന് ഒരു വശവും വാർലി പെയിന്റിംഗ് വരച്ച് ആകർഷകമാക്കി. സ്കൂൾ മതിലിൽ മഹത്വചനങ്ങൾ കുറിച്ചു. ഐ ലവ് മൈ സ്കൂൾ ബോർഡ് സ്ഥാപിക്കൽ, സ്കൂൾ ക്ലാസ് മുറികളുടെ അകവും പുറവും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ സൃഷ്ടിക്കൽ, കമ്പ്യൂട്ടർ ലാബ് നവീകരണം, സ്പീച്ച് ലാബ് നിർമ്മാണം, ഓഡിയോളജി റൂം നിർമ്മാണം, ക്ലാസ് മുറികളിലെ ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച ക്ലാസ്, ഗ്രൂപ്പ് ഹിയറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് മോഡൽ ക്ലാസ് റൂം, ലൈബ്രറി നവീകരണം, സയൻസ് ലാബ്, സയൻസ് പാർക്ക് നിർമ്മാണം, കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതിന് ലോങ് ജമ്പ് പിറ്റ് നിർമ്മാണം, പാർക്ക് നിർമ്മാണം, തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെടുത്തി ഫാഷൻ ഡിസൈനിംഗ് പരിശീലനത്തിന് തനിമ എന്ന പേരിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. മലബാർ ഏരിയയിലെ ഏക ഗവൺമെൻറ് ബധിര വിദ്യാലയമാണിത്. സ്കൂൾ മികവിൻ്റെ കേന്ദ്രമാക്കുന്നതിനു വേണ്ടി 2024-25 അധ്യയന വർഷത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചു. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം കണക്കിലെടുത്ത് സാമൂഹികം, അക്കാദമികം, ഭൗതികം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകി ജനകീയമായി അംഗീകാരം നേടി. ശില്പശാലയടക്കം നടത്തിയാണ് പദ്ധതി തയ്യാറാക്കിയത്. പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ. നമ്മുടെ ഒറ്റപ്പാലം ഡഫ് സ്കൂളിനെയും മികവിന്റെ കേന്ദ്രമാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുകയും അത് എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് 22-ാം തീയതി രാവിലെ 10 മണിക്ക് ഉദ്ഘാടനത്തിന് സജ്ജമാവുകയും ചെയ്തിട്ടുള്ള സന്തോഷം അറിയിക്കുന്നതിനു കൂടി വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നടക്കുന്ന മാറ്റത്തോടും മുന്നേറ്റത്തോടുമൊപ്പം പ്രത്യേകമായ ശ്രദ്ധ വേണ്ടുന്ന സ്കൂളുകളെ, സ്പെഷ്യൽ സ്കൂളുകളെ നല്ല നിലയിൽ പരിഗണിക്കാനും അവയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ കുട്ടികൾക്ക്, അധ്യാപകർക്ക്, PTA ഉൾപ്പെടെയുള്ളവർക്കൊക്കെ അഭിമാനിക്കാവുന്ന നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാദമിക പ്രവർത്തനങ്ങൾക്ക്, അതായത് പഠന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സ്പീച്ച് ലാബും, ഒരു കമ്പ്യൂട്ടർ ലാബും, ഒരു ഓഡിയോളജി റൂമും, അതുപോലെ തന്നെ സയൻസ് പാർക്ക്, സയൻസ് ലാബ് എന്നിവയും വളരെ ഈ ഡിജിറ്റലൈസ് ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കായിക വികസനത്തിന് ആവശ്യമായിട്ടുള്ള പാർക്കും ഒരു ലോങ് ജമ്പ് പിറ്റും നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചുവര്, സ്കൂളിന്റെ മതിലും കവാടവും ഒക്കെ മനോഹരമാക്കുന്നതിനും പഠന അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ആ അടിസ്ഥാനത്തിൽ ചുമരുകളിൽ ചിത്രം വരച്ച് മനോഹരമാക്കുവാനും ഇതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. K. പ്രേംകുമാർ MLA, നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി, നഗരസഭാ കൗൺസിലർ M. മണികണ്ഠൻ, പ്രധാനാധ്യാപിക ML മിനികുമാരി, MPTA പ്രസിഡന്റ് KP ഷമീന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റലി കൊല്ലത്ത് സ്കൂൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം കേരളത്തിന് നൊമ്പരമായിരിക്കുന്നു. അധികൃതരുടെ അനാസ്ഥയുടെ ബലിയാടാണ് മരിച്ച 13 വയസ്സുകാരൻ മിഥുൻ. ഈ കുഞ്ഞു ജീവൻ നഷ്ടമായത് ആരുടെ വീഴ്ച മൂലം? മാറ്റലി കാണാം. നിർഭാഗ്യകരം തന്നെയാണ്. അത് ഒഴിവാക്കാമായിരുന്നു. കാരണം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയത് KICB അത് ഇതിനടുത്ത് പറഞ്ഞിട്ട് അവരത് നേരവണ്ണം പോലെ ചെയ്തില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അധ്യാപകരുടെ അടുത്താണോ ആരുടെ കുറ്റം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം. പിന്നെ ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അതിശക്തമായി ഇടപെടണം. എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ സ്കൂളുകളിലും ഇതിൻ്റെ ഒരു ഇതുപോലെ ഇനി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിടങ്ങളായാലും എന്തായാലും ചെക്ക് ചെയ്യണം. ഇപ്പോൾ തന്നെ പലതും കാണുന്ന പല സ്കൂളുകളിലും കെട്ടിടങ്ങൾ വളരെ മോശാവസ്ഥയിലാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ള അവസ്ഥയിലാണെന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തണം.
ഈ മരണം ആ പയ്യൻ്റെ നിർഭാഗ്യമാണ്. ഇതിൽ അധികൃതരുടെ കുറ്റത്തേക്കാൾ ഉപരി ഒരു പ്രായത്തിൻ്റെ അവിവേകത്തിൽ ഇത്ര അപകടകരമായ കാല് തന്നുന്ന ഈ മഴക്കാലത്ത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ പല കൂട്ടുകാരും അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞ പോലും കേൾക്കാതെ അവിടെ കയറി കാല് തെന്നിയപ്പോഴാണ് അവൻ കമ്പി കയറി പിടിച്ചു പോയത്. അപ്പോൾ മാത്രമല്ല ആ ഒരു താഴ്വരയിൽ നിരവധി കുട്ടികൾ കളിക്കുന്നു, ആ സ്കൂളിൽ നിരവധി കുട്ടികൾ വർഷങ്ങളായി പഠിക്കുന്നു. അപ്പോഴൊന്നും ഇല്ലാത്തൊരു മരണം എപ്പോഴാണ് സംഭവിച്ചത്? ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറി അപകടകരമായ രീതിയിൽ ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് മരിച്ചത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് അധികൃതരുടെ കുറ്റമായി പലരും കണ്ടു, അങ്ങനെയൊക്കെ കാണുന്നു എന്നുള്ളതൊക്കെ. ഇനിയിപ്പോൾ അധികൃതരുടെ കുറ്റം ഉണ്ടെങ്കിൽ ഇത് കാണേണ്ട ആളുകൾ, അതിനിപ്പോൾ ഇന്ന രാഷ്ട്രീയക്കാർ എത്ര കുട്ടികളുടെ രക്ഷിതാക്കൾ അവിടെ വന്നു പോകുന്നുണ്ട്, അവർക്കൊക്കെ ഇത് ചൂണ്ടിക്കാണിക്കാമായിരുന്നില്ലേ? അപ്പോൾ ആരും സമയത്തൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കുട്ടി മരിച്ചപ്പോഴാണ് ഇതിലേക്ക് ശ്രദ്ധ തിരിയുന്നതും ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നതും. തീർച്ചയായും ഈ മരണം ആ കുട്ടിയുടെ ഒരു കഷ്ടകാലമായിട്ട് എനിക്ക് വിലയിരുത്താൻ കഴിയൂ. ഇത്തരം ചുവടുകൾ വയ്ക്കാൻ പാടുള്ളതല്ല എന്ന് വിദ്യാർത്ഥികൾ ബോധവൽക്കരണം നടത്തേണ്ട ഒരു കടമ സമൂഹത്തിൻ്റെ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വച്ഛ് സർവേക്ഷൺ ദേശീയ ശുചിത്വ സർവേയിൽ ഷൊർണൂരിന്റെ വൻ കുതിപ്പ്. 2024 3267 സ്ഥാനത്തായിരുന്ന ഷൊർണൂർ ഇത്തവണ 108 റാങ്കിൽ. രാജ്യത്തെ നഗരങ്ങളുടെ ശുചിത്വ നിലവാരം നിശ്ചയിക്കുന്ന സർവേയിൽ ഷൊർണൂർ കേരളത്തിലെ രണ്ടാമത്തെ വൃത്തിയുള്ള നഗരം. കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൈവരിക്കാനായ മുന്നേറ്റം അഭിമാനകരമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1.5 മാസമായി തുടരുന്ന ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധി പരിഹരിക്കാൻ ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ആലപ്പുഴ, തൃശൂർ മെഡിക്കൽ കോളേജുകളിലെ കാർഡിയോ സർജൻമാരെ പരസ്പരം സ്ഥലം മാറ്റി. ഉത്തരവിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കുമെന്ന് തൃശൂരിലെ കാർഡിയോ സർജൻ ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ. ഉസ്മാനെ സ്ഥലം മാറ്റിയത് പരാതികളുടെ അടിസ്ഥാനത്തിലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രാധിക. ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലെന്നറിയിച്ച് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയിട്ടെന്നും സൂപ്രണ്ട്. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റം മദ്രസകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. സമയമാറ്റം ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കാൻ സമയമാറ്റവുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭമെന്ന് മുന്നറിയിപ്പ്. നീതിപീഠം പോലും സംശയത്തിന്റെ നിഴലിലാകുന്ന ഇക്കാലത്ത് മാധ്യമപ്രവർത്തകർക്ക് വഹിക്കാനുള്ള പങ്ക് നിർണായകമെന്ന് VK ശ്രീകണ്ഠൻ MP. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ദേശീയ സമ്മേളനത്തിന്റെ വിളംബര പരിപാടി പാലക്കാട്ട്, ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത്. ഇന്ന് നമുക്കുള്ളത് ഇന്ത്യയാണെന്നും കൈവിട്ടുപോയ ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന അഖണ്ഡ ഭാരതം തിരിച്ചുപിടിക്കണമെന്നും BMS സംസ്ഥാന പ്രസിഡന്റ് B ശിവജി സുദർശൻ. ഇക്കാര്യത്തിൽ തൊഴിലാളി വർഗത്തിനും വലിയ പങ്കുവഹിക്കാനുണ്ട്. പാലക്കാട്ട് BMS യുവകാര്യ ഭർതൃശിബിരം. തൃശൂരിൽ കോൾപ്പാടത്ത് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ വാടാനംകുറിശി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മരിച്ചത് വാടാനംകുറിശി കളത്തിൽ തൊടി വീട്ടിൽ മുഹമ്മദ് ഹാഷിം. അപകടം പുള്ളിൽ കോൾപ്പാടത്ത് വ്യാഴാഴ്ച വൈകിട്ട്. പൊതുപ്രവർത്തന ശൈലിയുടെ മാർഗദീപമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ. യോഗത്തിന്റെ 2ാം വർഷത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാവിന് നാടിന്റെ സ്മരണാഞ്ജലി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.